സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ സ്കൂൾ പാചക ചെലവ് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് സർക്കാർ കോടതിയിൽ. വിഷയത്തിൽ മന്ത്രിസഭാ യോഗം ഉടൻ തീരുമാനം കൈക്കൊള്ളുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. നിരക്ക് വർധന സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ 16 മുമ്പ് തീരുമാനമെടുക്കുമെന്ന് മുമ്പ് നൽകിയ വാഗ്ദാനം പാലിക്കാത്തതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും പ്രത്യേകം തുക അനുവദിക്കാത്തതിനാൽ പാൽ വിതരണത്തിൽ കുറവ് വരുത്തിയതിന് പ്രധാനാധ്യാപകർ നേരിടുന്ന വകുപ്പ് തല തടസ്സവാദങ്ങൾ സംബന്ധിച്ചും മന്ത്രിസഭായോഗം ഉടൻ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. നിരക്ക് വർധന സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ 16 മുമ്പ് തീരുമാനമെടുക്കുമെന്ന് മുമ്പ് നൽകിയ വാഗ്ദാനം പാലിക്കാത്തതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. കേസ് വീണ്ടും പരിഗണിക്കുന്ന ഫെബ്രുവരി 5 മുമ്പ് കോടതി നിർദ്ദേശം നടപ്പിലാക്കണമെന്ന് സർക്കാരിന് കോടതി കർശന നിർദ്ദേശം നൽകി. പദ്ധതിക്ക് ഓരോ മാസവും അഡ്വാൻസായി തുക അനുവദിക്കണമെന്നും മുട്ട പാൽ വിതരണത്തിന് പ്രത്യേക ഫണ്ട് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് സ്വതന്ത്ര സംഘടനകളായ കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷനും മറ്റു ചില സംഘടനകളും നൽകിയ ഹർജി വീണ്ടും പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ നിർദ്ദേശം. സംസ്ഥാന സർക്കാർ പദ്ധതിയായ മുട്ട പാൽ വിതരണത്തിന് പ്രത്യേകം തുക അനുവദിക്കാത്ത പക്ഷം ഇവയുടെ വിതരണം തുടരാൻ സാധിക്കുകയില്ലെന്നും പാചക ചെലവിനുള്ള തുക തീർത്തും അപര്യാപ്തമായതിനാൽ സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള മെനു പാലിക്കുക സാധ്യമല്ല എന്നും ഹർജിക്കാർ വാദിച്ചു. ഇവർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജാജു ബാബു ഹാജരായി. ഉച്ചഭക്ഷണത്തിനാവശ്യമായ അരിയും പാചക ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. ജനം, തിരുവനന്തപുരം.